ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നു, മഹർഷിമാർക്കും അതുപോലെ തന്നെ ദേവന്മാർക്കും എന്നെ അറിയാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കൊക്കെ ഞാൻ ആദിയാകുന്നു എന്നത്. കേനോപനിഷത്തിൻ്റെ വെളിച്ചത്തിൽ ഉപനിഷത്ത് ഭാഷയിൽ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളുടെ കോർഡിനേറ്ററായിട്ടുള്ള മനസ്സാണ്. അതുപോലെ ഇവിടെ മഹർഷിമാരെ പറയുന്നത് ബുദ്ധി തുടങ്ങിയിട്ടുള്ള അന്ധക്കരണ വൃത്തികളാണ്. ഇവർക്കൊന്നും എന്നെ അറിയാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി തുടങ്ങിയിട്ടുള്ളതൊക്കെ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ പരമകാരണത്തെ അതിനറിയുക എന്നുള്ളതിൻ്റെ പരിമിതിയെ ഭഗവാൻ ഇവിടെ ബോധിപ്പിക്കുകയാണ്. അറിയുക എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു അറിയലിനെയാണ് ഇവിടെ പറഞ്ഞത്. അവിടെ നമ്മൾ പറയുന്ന ഈ ത്രിപുടി എന്ന് പറയുന്ന ഒന്നുണ്ട്. അറിയുന്ന ഒരാളുണ്ട്, അറിയപ്പെടാൻ ഒന്നുണ്ട്, അറിയുക എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. ഇതാണ് ത്രിപുടി. ഇതിനെ ദൃക്ക്, ദൃശ്യം, വിവേകം എന്ന മറ്റൊരു ഭാഷ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ നാരായണ ഗുരുദേവൻ പറയും ത്രിപുടി മുടിഞ്ഞ് എന്ന് പറയും. ഇത് മൂന്നും അസ്തമിക്കുന്നത്, ഈ ദൃക്കും ദൃശ്യവും വിവേകവും ഇത് ഒന്നാകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എന്താണ്? അഹം സർവശഃ ദേവാനാം മഹർഷീണാം ച ആദിഹി. ഞാൻ ഇതിനൊക്കെ ആദിയാണ്, പരമമായ കാരണമാകുന്നു. ഇത്ര വരെയാണ് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത്. തുടർന്ന് ഭഗവാൻ 10-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ യോ മാം അജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢ സമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ആശയത്തെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്തിനാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്? ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും നമുക്ക് സംശയം ഉണ്ടാവുന്നുണ്ട് അല്ലേ? അതെ. അപ്പം പിന്നെ ആവർത്തിക്കേണ്ടത് അനിവാര്യമല്ലേ? അതെ. അതുകൊണ്ട് ഭഗവാൻ ആവർത്തിക്കുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെൻറ്റ് പോലെ. അങ്ങനെ ആനയ്ക്ക് സംഭാവന പറഞ്ഞിരിക്കുമ്പോൾ നമ്മളവിടെ നേരത്തെ എത്തിയവരായതുകൊണ്ട് നമുക്ക് തോന്നുന്നു എന്തിനാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പക്ഷേ ആ സ്റ്റേഷനിലേക്ക്, പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ സെക്കൻഡുകൾ വീതം ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക അവർക്കായിക്കൊണ്ടാകും. ചിലപ്പോൾ ഗീത ഇങ്ങനെ ഈ ഓൺലൈനിലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരുന്നു, കുറച്ച് നേരം കേൾക്കുന്നു, പോകുന്നു അല്ലേ? അപ്പോൾ ആ കുറച്ച് നേരം കേൾക്കുന്നവനെങ്കിലും എന്തെങ്കിലും ഗുണം വരട്ടെ എന്ന് ഭഗവാൻ ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞതായിരിക്കാം. നാളെ ഇതൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ എടുക്കുമെന്ന ദീർഘവീക്ഷണമായിരിക്കാം. വന്നു നോക്കി 2 മിനിറ്റ് നോക്കി പോകുന്നവരുണ്ടാവാം. ആ 2 മിനിറ്റുകാരനെ അഡ്രസ്സ് ചെയ്യുക. എന്താ പറയണത്? യഹ മാം അനാദിം അജം ലോകമഹേശ്വരം. അജം അനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢ സമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യത്തെ. യഹ, യാതൊരുവൻ. എപ്പോഴും ഓർക്കുക, ഗീതയിൽ യാതൊരുവൻ എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള വർഗവർണ്ണ വിവേചനം ഭഗവത്ഗീത അവതരിപ്പിക്കുന്നില്ല. ആ ഗീതയുടെ പേരിലാണ് ഇതെല്ലാ ഏടാകൂടങ്ങളും നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് രസം. അല്ല, ഇവിടെ വേറൊരു പേര് ഉപയോഗിക്കാമല്ലോ, ഇന്നവർക്ക് എന്ന്. യഹ, യാതൊരുവൻ. മാം, എന്നെ. അനാദിം, അനാദിം എന്ന് പറഞ്ഞാൽ ആദി ഇല്ലാത്തവൻ. അജം, ഒരിക്കലും ജനിക്കാത്തവൻ. അനാദിം അജം ലോകമഹേശ്വരം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ
ഈശനായിട്ടുള്ള മഹേശ്വരം വേത്തി അറിയുന്നു. അപ്പം എന്നെ യാതൊരുവൻ ഇങ്ങനെ അറിയുന്നു. എങ്ങനെ? അനാദിം അജം ലോകമഹേശ്വരം. അതുകൊണ്ട് ഇതിന് തുടക്കവും ഒടുക്കവും ഇല്ലാത്തത്, അതാണ് അനാദി. അജം, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അജം, ജനിക്കാത്തതാണ്. ജനിച്ചതിന് എന്തുണ്ട്? ദേശവും കാലവും കൊണ്ട് പരിമിതമാണ് ജനിച്ചതിന് മരണമുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുള്ള ജാതസ്യഹി ധ്രുവോ മൃത്യു, മരിച്ചതിനോ ധ്രുവം ജന്മ മൃതസ്യച, ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും. തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി. അർജുന, ഈ വിഷയത്തിൽ നീ ദുഃഖിക്കേണ്ടതില്ല, കാരണം ഇത് അനിവാര്യമായ ഒന്നാണ്. അങ്ങനെ നോക്കിയാൽ രണ്ട് വിധത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തെയും നമ്മളെയും കാണാം, പാരമാർത്ഥിക ദൃഷ്ടിയിലും വ്യാവഹാരിക ദൃഷ്ടിയിലും. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകരുത്. ഈ പാരമാർത്ഥിക തലത്തിൽ പറഞ്ഞതിനെ എടുത്ത് വ്യവഹാരത്തിൽ കൊണ്ടുവന്ന് ചോദ്യം ചോദിക്കരുത്, പ്രശ്നമാണ്. നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്നുള്ള പാരമാർത്ഥിക സത്യം അറിഞ്ഞിട്ട് ഈ സൂര്യാസ്തമയത്തിൻ്റെ അവിടെ ബീച്ചിൽ പോയിട്ട് എന്തിനാണ് അടി ഉണ്ടാക്കുന്നത്? അത് പാരമാർത്ഥിക തലത്തിൽ പറഞ്ഞതാണ്, പാരമാർത്ഥികം അത് തന്നെയാണ്. പക്ഷെ വ്യവഹാരതല്ലല്ലോ, നമ്മൾ കാണുന്നല്ലോ. അതെ, അതെന്താണ്? നമുക്കുണ്ടായിട്ടുള്ള ഒരു തോന്നലാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ പല പേരുകൾ അതിന് പറയുന്നുണ്ട്. അതെന്താണ്? ആദിം, അജം, അനാദിം, അജം, ലോകമഹേശ്വരം. ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈശനായിട്ടുള്ള അങ്ങനെ ആരാണോ യഹാവേത്തി അറിയുന്നത്, അവൻ മർത്യേഷു, എന്തിനാ വാക്ക് ഉപയോഗിച്ചത്? മനുഷ്യരിൽ എന്നുള്ളതിന് പല വാക്കുകൾ ഉപയോഗിക്കാം. മരണസ്വഭാവമുള്ളത് ആർക്കാണ്? ഞാൻ ശരീരമാണ് എന്ന് ആര് കരുതുന്നുവോ അവന് മരണമുണ്ട്. അതുകൊണ്ടാണ് ദേഹവദ്ഭിഹി ദുഃഖം അവാപ്യതേ 2-ാം അധ്യായത്തിൽ നമ്മൾ 2-ലല്ല ഇനി 12-ൽ കാണും. അതിന് ഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയുന്നത് ദേഹാഭിമാനവദ്ഭിഹി എന്നാണ്. ദേഹത്തിൽ ശരീരമനോബുദ്ധി ഉപാധികളിൽ ഞാനെന്ന ബോധമുള്ളവന് ദുഃഖം അവാപ്യത. അപ്പം അവനാരാണ്? മർത്യേഷു, മരണമുള്ളവനാണ്. അപ്പം ആ മരണമുള്ള ഞാൻ ഇല്ലാതെയാകും, മരിക്കുമെന്നൊക്കെയുള്ള ആ ഒരു ചിന്തയുള്ള അവൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലിൻ്റെ കാര്യം പറയുക അവിടെ. അവന് മർത്യേഷു, ആ മനുഷ്യരിൽ വെച്ച് അവൻ ആരാണ്? ഇപ്പോൾ അസമ്മൂഢ, എന്താണ്? മൂഢനല്ലാത്ത, അജ്ഞാനം നശിച്ചിട്ടുള്ള. എങ്ങനെയാണ് അവൻ അജ്ഞാനം നശിക്കുന്നത്? അവൻ്റെ അറിവ് ഇവിടെ നേരത്തെ പറഞ്ഞു. എന്താണ് അവൻ്റെ അറിവ്? ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ഈശ്വരനെ, ആ സത്യത്തെ, അനാദിം അജം ലോകമഹേശ്വരം വേത്തി. അങ്ങനെ അവൻ അറിയുന്നു. ആരറിയുന്നു? ഈ മർത്യൻ അറിയുന്നു. അപ്പം അവനെക്കുറിച്ച് തന്നെയാണ് അറിയുന്നത്. അത് എന്താ? അവൻ തന്നിൽ നിന്ന് അന്യമായിട്ടൊരു ഭഗവാനെയാണോ അവൻ അറിയുന്നത്? അല്ല, ഞാനതാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് അവൻ പറയേണ്ടി വരുന്നത്. ഇതതിൻ്റെ നമുക്ക് ഒരു തരത്തിലും നമ്മൾ കൈവിടാൻ പാടില്ലാത്തതാണത്. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ ഈ ഹസ്താമലകനെയൊക്കെ ഉദാഹരിക്കുന്നത്. അത് ഉറപ്പായിരിക്കണം. ഹസ്താമലകനെ അതുകൊണ്ട് അവന് പേര് തന്നെ ഹസ്താമലകൻ എന്നത്. ഉള്ളൻ കയ്യിൽ നെല്ലിക്ക പോലെ, സൂര്യതുല്യം സത്യം അറിഞ്ഞ് അനുഭവിക്കുന്നവൻ. അതിലൊരിളക്കവുമില്ല. എന്താവും പറഞ്ഞത്?
നാഹം മനുഷ്യ നച ദേവയക്ഷ, ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനല്ല, കിന്നരനല്ല, ഇതൊന്നുമല്ല. നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര, ഞാൻ ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, വൈശ്യനുമല്ല, ശൂദ്രനുമല്ല. ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥ ന ഭിക്ഷു, ഞാൻ ബ്രഹ്മചാരിയും ഗാർഹസ്ഥ്യനും വാനപ്രസ്ഥനും സന്യാസിയുമല്ല. പിന്നെ ആരാണ്? നിജബോധരൂപ, ആ ബോധസ്വരൂപനാണ് ഞാനെന്നറിയുന്നതാണ് എന്ത് ഇവിടെ പറഞ്ഞ് അനാദിം അജം ഭൂതാദിമഹേശ്വരം ലോകമഹേശ്വരം. പിന്നെ അവിടുന്ന് വേറൊരാളില്ല. അപ്പോൾ അവനെന്താണ്? അസമ്മൂഢ. അല്ലാത്തവനോ ദേഹോഹം, ഞാൻ ദേഹമാണ്, ഞാൻ ഇന്ന ജാതിക്കാരനാണ്, മതക്കാരനാണ്, അതെല്ലാം മൂഢനാണ്. അത് മൂഢന്മാർ പറയുന്നതാണ്. അങ്ങനെ അസമ്മൂഢ, എക്സ് മൂഢൻ, പണ്ട് മൂഢനായിരുന്നു. സഹ അവൻ സർവപാപൈഹി, എല്ലാ പാപങ്ങളിൽ നിന്നും. എന്താ ഈ പാപം എന്ന് പറഞ്ഞാൽ? തെറ്റിദ്ധാരണ എന്നതാണ് പാപം. തന്നെയും മറ്റുള്ളതിനെയും ഒക്കെ മറ്റെന്തൊക്കെയോ ആയി ധരിക്കുക, അത് തന്നെ പാപം. അതിലും വലിയ കൊടിയ പാപം വേറെ ഒന്നുമില്ല. അതിൽ നിന്നാണ് സകല പാപങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ സർവപാപൈ പ്രമുച്യതേ, എല്ലാ പാപങ്ങളിൽ നിന്നും വേർപെടുന്നു. എല്ലാ പാപങ്ങളിൽ നിന്നും വേർപെടാനുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാന സമ്പാദനം, അറിവ് നേടൽ. അറിവാണ് നമുക്ക് പരമപ്രധാനമായിട്ടുള്ളത്. 4-ാം അധ്യായത്തിൽ പറഞ്ഞു, നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ, അറിവിന് സദൃശമായി പവിത്രം എന്നെണ്ണാൻ മറ്റൊന്നും ഇവിടെ ഇല്ല അർജുന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ വേണം. തുടർന്ന് നേരത്തെ നമ്മൾ ദേവന്മാരെ ഇന്ദ്രിയങ്ങളായിട്ട് കണ്ടു, അന്ധകരണ വൃത്തികൾ. ഇവിടെ ഭഗവാൻ പേരെടുത്ത് തന്നെ പറയുന്നു. എങ്ങനെയാണ്, എന്ത് മനോഹരമാണ് ഗീതയുടെ അവതരണം നോക്കൂ. ഗീതയിൽ എവിടെയെങ്കിലും നിങ്ങൾ നമ്മൾക്ക് അപരിചിതനായ, നമ്മളിൽ നിന്ന് അന്യമായ ഈ നമ്മുടെ ചുറ്റുപാടിൽ തെരഞ്ഞാൽ കിട്ടാത്ത ഒരു ഈശ്വരനെ അവതരിപ്പിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇപ്പം നമ്മൾ 9 അധ്യായം കഴിഞ്ഞു 10-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുക. ഒരു ഉട്ടോപ്യൻ ഈശ്വരൻ, പിടികിട്ടാത്ത ഒരു ഈശ്വരൻ. എന്നാൽ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ അതല്ലേ? നമ്മൾ ഇത്രയൊക്കെ ആവർത്തിച്ച് കേട്ടാലും നമ്മൾ ഈ ശിവകാശി കലണ്ടറിനെ എന്താ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ശിവകാശി കലണ്ടറിൻ്റെ തത്വം നിങ്ങൾ ചിന്ത ചെയ്യാത്തിടത്തോളം കാലം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ ചിത്രത്തിൽ നിങ്ങൾ കാണുകയാണ്. എങ്ങനെ കാണുന്നു? അതിലെ തത്വചിന്തയാണ് കാണുന്നതെങ്കിലോ, കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർഭിഭർത്യജ തത്പ്രഭാ വ്യാപിനി സാക്ഷാത് ശ്രീവത്സ മുരസാ വിഭൂ. ഇങ്ങനെ കാണുന്ന കൗസ്തുഭവും ശ്രീവത്സവും വനമാലയും മകരകുണ്ടലങ്ങളും ശംഖ് ചക്രം ഗദ പത്മം, ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറഞ്ഞ പ്രകൃതിയുടെ തത്വങ്ങളാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ തത്വങ്ങളാണ് പ്രകടമാകുന്നതെങ്കിലോ പ്രശ്നമില്ല. ഒരു ടോയ്ലറ്റിൻ്റെ ഒരു സൈൻ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് അവിടെ ടോയ്ലറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണെന്ന്. സ്പൂണും ഫോർക്കും ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, അവിടെ അങ്ങോട്ട് നേരെ പോയാൽ അത്യാവശ്യം ഭക്ഷണം കിട്ടുന്ന ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അങ്ങനെ ഓരോ സൈനുകൾ കാണുമ്പോൾ നമുക്കറിയാലോ. പെട്രോൾ പമ്പിൻ്റെ സൈന്, ഹമ്പ് റോഡിൽ സൈനുകളുണ്ടല്ലോ, ഹോസ്പിറ്റലിൻ്റെ സൈന്, നാരോ ബ്രിഡ്ജ്, ഹെയർ പിന്ന്. ഇത് കാണുമ്പോൾ എന്താ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നത്? ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ഉള്ളിലേക്ക്
അതേപോലെ ഈ രൂപം കാണുമ്പോൾ വരണം. അത് വരുന്നില്ല. എന്താ വരാതിരിക്കാനുള്ള കാരണം? അതിനെ ആ രീതിയിൽ മനനം ചെയ്തിട്ടില്ല. മറ്റിടത്തൊക്കെ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലും മറ്റ് ഇമിഗ്രേഷൻ, പാസ്പോർട്ട് ഇത്യാദി എയർപോർട്ടിലൊക്കെ നമ്മൾ ഈ ലോഞ്ചുകളിലൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ നോക്കുന്നുണ്ട്. പബ്ലിക് ടെലിഫോൺ ബൂത്ത്, ATM, വൈഫൈ, ഒരുപാട് ചിഹ്നങ്ങളുണ്ടല്ലോ. അതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണ് എന്ന്. ഇവിടെ വരുമ്പോഴോ എങ്ങനെ വേണമെങ്കിൽ നമ്മളെ പറ്റിക്കാം. രാവിലെ ഇറങ്ങണം, എന്നെ പറ്റിക്കൂ, എന്നെ കബളിപ്പിക്കൂ, എന്നെ വഞ്ചിക്കൂ എന്നും പറഞ്ഞിട്ട്, എന്നെ പീഡിപ്പിക്കൂ. പിന്നെ എങ്ങനെയാ? ബോർഡ് കെട്ടി തൂക്കിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വായിക്കാം, ഇതാ എന്നെ ഒന്ന് പറ്റിക്കൂ. നമ്മൾ ഇപ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോഴേ ഒരാൾ നമ്മളോടിങ്ങനെ കൈ കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് എൻ്റെ കൈ ഒന്ന് നോക്കി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈ നോക്കി, കുറേ ഇങ്ങനെ കൈ ഇങ്ങനെ ഇടത് കൈ നോക്കി, വലത് കൈ നോക്കി, ഇതിലെ എല്ലാ രേഖകളൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് ഇങ്ങനെ ഒക്കെ നോക്കി, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ചക്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇയാൾ ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുക. മൂപ്പര് എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോണത്. അങ്ങനെ നമ്മൾ 2 തട്ട് ഇങ്ങനെ കയ്യിൽ 2 തട്ട് കെട്ടിയിട്ട് പറഞ്ഞിട്ട്, ഉഷാർ കൈയാണ്, ഭാവിയൊക്കെ ഉഷാറാണ്, ഒന്നും പറയാനില്ല. മൂപ്പര് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് എന്താണ് നമ്മളങ്ങനെ ഒന്നും പറയാത്തത്. അപ്പം നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുത്തത് ഇതിലെന്തെങ്കിലും പറയൂ. ഇങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ കബളിപ്പിക്കാം. വെറുതെ ഒരു ട്രെയിൻ യാത്രയിലൊക്കെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, എന്താ നക്ഷത്രം, ഏത് മാസമാണ്, പകലാണ് ജനിച്ചത്, പകലെന്ന് പറയുമ്പോൾ 1 മണിക്ക് ശേഷമാണോ, വേറെ ആരൊക്കെയുള്ളത്, വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ പണ്ട് ചിന്മയ മിഷനിലൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളിങ്ങനെ ആളുകളെ വെറുതെ തമാശയാക്കാറുണ്ട്. ഇങ്ങനെ ഓരോന്നൊക്കെ ചിലരെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട്, അടുത്തുള്ളവർക്കൊക്കെ അറിയാം ഇതൊക്കെ വെറും ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ്, തമാശയാണെന്നുള്ളത്. എന്നാൽ കാര്യമായിട്ട് പറയുന്നവരുണ്ട്. പിന്നെ ചിലതിൽ നമ്മൾ പറയും, ഇനി ഈ കൈ ഒരു 5 വർഷം ചുരുങ്ങിയത് ഒരു ആളുടെ അടുത്തും കൊണ്ടുപോയി കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരാളെയും കാണിക്കരുത്, അങ്ങനെ പ്രോമിസ് ചെയ്യാം. കാരണം അങ്ങനെയെങ്കിലും ഇതിൻ്റെ വഴിക്ക് പോകി ഒരു 5 വർഷമെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റിയത് നല്ലതല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കെന്താണ് തിരിയാം. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്ന ഈ ഗീത വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അപ്രാപ്യമായ, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യവും നമ്മളോട് പറയുന്നില്ല. അതിനാണ് ഇത്രയും കാര്യം പറഞ്ഞത്. എന്നിട്ടും നമ്മളെന്താ ചെയ്യുന്നത്? കറങ്ങുക.
അപ്പം ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ വഴിയെ പോയാലുള്ള ഗുണം എന്താണ്? നമുക്കൊരു ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാവും. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഒരു സമാധാനം ഉണ്ടാവില്ലേ? ഒരു ശരിയായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലേ സമാധാനം. എന്തിനെക്കുറിച്ചും അതിവിടെ പറയും. അപ്പം ഇതുവരെ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഈശ്വരൻ എന്ന് പറയുന്ന, ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത, എങ്ങനെ കണ്ടെത്താൻ പറ്റില്ല ഇത്യാദി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് അറിയേണ്ടത്, അതൊരു അനുഭവിക്കലാണ്, എല്ലാം ഇനിയും അങ്ങോട്ട് പറയാൻ പോവുക തന്നെയാണ്. അപ്പം ഈ വഴിയിലൊന്ന് നിങ്ങൾ ശ്രദ്ധ കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അപേക്ഷ. മറ്റതൊക്കെ നാം പോലും അറിയാതെ തലയിൽ വന്ന് കൂടിയിട്ടുള്ളതാണ്. ഓരോരുത്തർ ഓരോ കാലത്ത് കൊണ്ടിട്ടതാണ്. അതൊന്നും ശരിയായിട്ടുള്ളതുമല്ല. അത് കഴുകി കളയുക എന്ന് പറയുന്ന, ഈ പൂപ്പൽ പിടിച്ച് കിടക്കുന്ന അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഈ ശാസ്ത്രം കേൾക്കുമ്പോഴുള്ള ഇതിലെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ചില ഈ അജ്ഞാനവും അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ നമുക്ക് കൈയൊഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അതുമായിട്ട് വളരെ പൊരുത്തപ്പെട്ടു. പല ചെറുത്തന്മാരും നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ തന്നെ താലോലിച്ച് കൊണ്ട് നടക്കുക. അപ്പോൾ നോക്കൂ, ഈ വരാൻ പോകുന്ന ഈ 4-5 ശ്ലോകങ്ങളിൽ ഭഗവാൻ എന്താ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടാവും. ഞാനൊരു നികൃഷ്ടനായിപ്പോയി, അങ്ങനെയായി ഇങ്ങനെയായി, അയ്യോ ഇതെന്താ ഇങ്ങനെ, ഒന്നുമില്ല. നമ്മളെ ഇങ്ങനെ നന്നായിട്ട് അവതരിപ്പിക്കുക. നോക്കാം. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവഃ ഭയം ചാഭയമേവ ച അഹിംസാ സമദാ തുഷ്ടിഃ തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിദാഃ. ഓരോ ശബ്ദങ്ങളും വിസ്തരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ബുദ്ധിർ ജ്ഞാനം അസമ്മോഹം ക്ഷമ സത്യം ദമ ശമ സുഖം ദുഃഖം ഭവം അഭാവം ഭയം അഭയം അഹിംസ സമത തുഷ്ടി തപഃ ദാനം യശ അയശ ഭൂതാനാം പൃഥഗ്വിധാ ഭാവാ മത്ത ഏവ ഭവന്തി. എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത്? ബുദ്ധി. എന്താണ് ബുദ്ധി? പദാർത്ഥ അവഗമനേ. നമ്മൾ 48ഓളം തലങ്ങളെ പഠിച്ചിട്ടുള്ളതാണ്. ചിന്തനകർത്തൃം ചിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ എപ്പിസോഡ് പോയി നോക്കിയാൽ കാണാം. എല്ലാം അന്ധകരണ വൃത്തികളാണ്. ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ ഭഗവാൻ എടുത്തു പറയും, ബുദ്ധി എന്ന് പറയുമ്പം നമ്മുടെ അന്ധകരണത്തിൻ്റെ സൂക്ഷ്മമായ ആ അവബോധ ശക്തിയാണ് ബുദ്ധി. അത് ബുദ്ധിക്ക് എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇത്യാദികൾ വഴിയാണ് ഇത് സമ്പാദിക്കുന്നത് ബുദ്ധി. ബുദ്ധ്യതേ പദാർത്ഥാന്യനയ ഇത് ബുദ്ധി എന്നാണ്. ഇതുകൊണ്ട് നമ്മൾ പദാർത്ഥങ്ങളെ, വസ്തുവകകളെ അറിയുന്നു, വേർതിരിച്ചറിയുന്നു. അതാണ് ബുദ്ധി. ബുദ്ധി. ജ്ഞാനം. ഈ ജ്ഞാനവും എന്താണ്? ഇന്ദ്രിയങ്ങൾ വഴി തന്നെ കിട്ടുന്നതാണ്. അത് പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. തെറ്റായ ജ്ഞാനമുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കിട്ടുന്നതാണത് ജ്ഞാനം. ബുദ്ധി, ജ്ഞാനം. പിന്നെന്താണ്? അസമ്മോഹം.
സമ്മോഹത്തിൻ്റെ നേരെ വിപരീതം. സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. 2-ാം അധ്യായത്തിൽ എപ്പോഴാണ് ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതൊക്കെ എവിടെ നിന്നുണ്ടാവുന്നു, എങ്ങനെയാണ്? അതിനെയൊക്കെ ഇവിടെ വീണ്ടും പറയുകയാണ്. അപ്പോൾ അസമ്മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ തിരിച്ചറിവാണ്. മറ്റതോ തിരിച്ചറിവില്ലായ്മയാണ് സമ്മോഹം. ആ അസമ്മോഹം. അതുപോലെ ക്ഷമ. ക്ഷമയാ രോചതേ ലക്ഷ്മി. സഹനശക്തിയാണ് ക്ഷമ. ക്ഷമതേ ഇതി ക്ഷമ. പിന്നെയോ സത്യം, യാഥാർത്ഥ്യം വെളിപ്പെടുക എന്നുള്ളതാണ് സത്യം. സതി സാധുരിതി, അത് സജ്ജനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അതിന് സത്യമെന്ന് മറ്റൊരു പേര്, സാധുവായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ ദമം. എന്താണ് ദമം? ഇന്ദ്രിയ നിഗ്രഹം, ബാഹ്യേന്ദ്രിയ നിഗ്രഹ ദമം. ശമമോ ഒന്ന് ആന്തരിക നിഗ്രഹമാണെങ്കിൽ, മനോനിഗ്രഹമാണെങ്കിൽ, മറ്റത് ബാഹ്യേന്ദ്രിയ നിഗ്രഹം. അന്ധകരണ വൃത്തി നിരോധം, അതാണ് ശമം, അന്ധകരണത്തിൻ്റെ അടക്കം. സുഖം. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, സുഖം. ദുഃഖം, ഹൃദയത്തിന് ഉണ്ടാവുന്ന വേദന, അതാണ് ദുഃഖം, സന്താപം. പിന്നെയോ ഭാവം, ഭവതീതി ഭാവം, ഉൽപ്പത്തി, ഉണ്ടാകുന്നത്. അതുപോലെ അഭാവം, ഇല്ലായ്മ, അതിൻ്റെ നാശം. ഭയം, വിഭേദി, രണ്ടിൽ നിന്നുണ്ടാവുന്നതാണ്. ദ്വിതീയാത് വൈ ഭയം ഭവതി, തൻ്റെ നിലനിൽപ്പിന് എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഭയം, പേടി. അഭയം, ഭയമില്ലായ്മ, ഭയത്തിൻ്റെ നേരെ വിപരീതമാണ്. അഹിംസ, ഹിംസിക്കാതിരിക്കുക. ന ഹിംസ ഇതി അഹിംസ. സമത, സമഭാവം. തുഷ്ടി, സംതൃപ്തി. തപസ്, വിപരീതങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും സഹിക്കാനുള്ള, സന്തോഷപൂർവ്വം അനുഷ്ഠിക്കുന്ന യാതനകളൊക്കെ തപസ്സാണ്. തപസ്. ദാനം, കൊടുക്കുക. അയശസ്, യശസ്, കീർത്തി, അയശസ്, ദുഷ്കീർത്തി. ഇങ്ങനെയുള്ള ഇതെല്ലാം തന്നെ ഭൂതാനാം പൃഥഗ്വിദാഹ, ഈ ഭൂതങ്ങളുടെ ഇത്തരം ഉള്ള വെവ്വേറെയുള്ള ഭാവാഹ, ഭാവങ്ങൾ മത്തയേവ ഭവന്തി, എന്നിൽ നിന്ന് തന്നെ സംഭവിക്കുന്നതാണ്. ഇതെല്ലാം എന്നിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഭാവങ്ങളെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ സദ്ഭാവങ്ങളുണ്ട്, അസദ്ഭാവങ്ങളുണ്ട്. പലർക്കുള്ള ഭഗവത്ഗീതയെക്കുറിച്ചുള്ള യുക്തിവാദികളുടെ വിമർശനം എന്താന്ന് പറഞ്ഞാൽ, നല്ലതിനെ മാത്രം കൃഷ്ണൻ എടുത്തിട്ട് പേട് കേസുകളൊക്കെ ഇതൊന്നും എനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. ഇവർ ഈ ചാക്കരി പരിശോധിക്കുന്ന ആളുകളാണ്. ഇവിടെ തന്നെ പറഞ്ഞത് നോക്കൂ, എന്താണ്? 2 ഭാവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറഞ്ഞ സത്യം, ദമം, ശമം, അഹിംസ, സമഭാവന, സംതൃപ്തി, തപസ്, ത്യാഗം, ഇങ്ങനെയുള്ള ഭാവങ്ങളെ നമ്മൾ എന്തു പറയും?
ഈശ്വരീയമായ ആത്മീയമായ ഭാവങ്ങൾ. ഇതിനെയൊക്കെ നമ്മൾ ആത്മീയ ഗണത്തിലാണ് പെടുത്തുക. മറ്റുള്ളതൊക്കെ ഉണ്ട്, അസൂയ, കുശുമ്പ് മുതലായിട്ടുള്ള, അതിന് ഇവിടെ വേറൊരു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ലൗകികമാണ്, വ്യാവഹാരിക ലോകത്തിൽ നമുക്കത് ആവശ്യമാണ്. ബിസിനസ്സിൽ ചതിയുണ്ട്, വഞ്ചനയുണ്ട് എന്നൊക്കെ പറയും. ആൾ ദുഷ്ടനാണെങ്കിലും ചതിയനല്ല എന്നൊക്കെ പറയും ആളുകളെക്കുറിച്ച്. അപ്പം ഇതാണ് ആത്മീയം എന്ന് പറയുന്ന കുറേ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതേസമയം സുഖം, ദുഃഖം, ഉണ്ടാകൽ, നാശം, ഭയം, ദുഷ്കീർത്തി, അതിൽ സത്കീർത്തിയാണെങ്കിലും അതെന്താണ്? ലൗകികങ്ങളായിട്ടുള്ളതാണ്. ഇത് രണ്ടും, ഈ ആത്മീയ ഭാവമാവട്ടെ, മോക്ഷകാരണമായിട്ടുള്ള, ബന്ധനത്തിന് കാരണങ്ങളായിട്ടുള്ള ലൗകികങ്ങളാവട്ടെ, ഇതെല്ലാം തന്നെ എന്നിൽ നിന്ന് ജാതമാണ്. എന്ത് കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പം എന്നിൽ നിന്നാണ് ഇത് ജാതമെങ്കിൽ, അതുകൊണ്ടാണ് ഈശ്വരൻ്റെ സന്തതികളായിട്ട് അസുരന്മാരെയും ദേവന്മാരെയും അവതരിപ്പിച്ചത്. ഇവർക്ക് ഗുരുക്കന്മാരും ചിലപ്പോൾ രണ്ടുപേരും ഗുരുക്കന്മാരും ആവാറുണ്ട്. ഇനി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളിൽ നിന്നല്ലേ. നമ്മുടെ ഈ അസൂയ, കുശുമ്പ്, കുന്നായ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സന്തതികളല്ലേ. നമ്മളല്ലേ അതിന് അസ്തിത്വം, നമ്മളല്ലേ അതിന് ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തി കൂടെ കൊണ്ടു നടക്കുന്നത്. എത്ര കാലമായി? നമ്മൾ വിചാരിച്ചാൽ മാത്രമല്ലേ അതിനൊരു മരണമുള്ളൂ. അതിനെ കൊല്ലണമെങ്കിൽ ആര് കൊല്ലണം? അപ്പുറത്തുള്ളവന് വന്ന് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ. ഈ യുദ്ധം നമ്മളോട് ചെയ്യണ്ടേ? വേണം. ഇത് വേറെ എവിടെ നിന്നും വന്നതല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് വലിഞ്ഞു കയറി വന്നതല്ല. ഇത് എങ്ങനെയോ കയറി കൂടിയതല്ല. കോവിഡിൻ്റെ വൈറസ് കയറിയതുപോലെ മറ്റൊരാൾ തുമ്മിയപ്പം ഞാൻ മാസ്ക് ഇടാതെ നടന്നപ്പം എനിക്ക് കിട്ടിയതാണെന്ന് പറയാൻ പറ്റൂ? അല്ല. ഇതങ്ങനത്തെ പകർച്ചവ്യാധികളല്ല ഇതൊന്നും. ദുർഗുണങ്ങളൊന്നും പകർച്ചവ്യാധികളല്ല. നമ്മൾ പറയും സംസർഗാത് ഗുണദോഷ എന്നൊക്കെ പറയും. ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ കിട്ടണേ. ചിലർ പറയാറുണ്ട് സിനിമയാണ് ഈ ക്രിമിനൽ, ഇപ്പോഴത്തെ പുതിയ ഇത്. ഒന്നും അല്ലാന്നേ. അങ്ങനെയാണെങ്കിൽ എത്ര നല്ല നല്ല സിനിമകളുണ്ട്. എന്നിട്ട് ഇവരെന്താ നന്നാവാത്തത്? അങ്ങനെ കുറേ ആൾ സിനിമയാണ് എന്നെ നന്നാക്കിയതെന്ന് പറയാറുണ്ട്. നല്ല നല്ല സിനിമകളുണ്ട്. അപ്പോൾ സിനിമയാണ് ഇന്നതാണ് നമ്മളെ കേടുവരുത്തിയത് നമ്മൾ തീരുമാനിക്കുന്നെങ്കിൽ, ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് എന്ന് പറയും. തുടർന്ന് ഈ അന്ധക്കരണ വൃത്തികളെയൊക്കെ, അതിലെ സദ്ഭാവങ്ങളും അസദ്ഭാവങ്ങളും, ഇതെല്ലാം തന്നെ എന്നിൽ നിന്നുണ്ടാകുന്നതാണ് പറഞ്ഞതിന് ശേഷം, അതായത് ഇതിൻ്റെ ഈ വിഭൂതി എന്ന് പറയുമ്പോണ്ടല്ലോ, ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ നിന്ന് ആവിർഭൂതമാകുന്ന, പ്രകടമാകുന്നതാണ് ഇതിൻ്റെ വിഭൂതി, വിസ്താരം. ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വ്യഷ്ടി തലത്തിൽ നിൽക്കുന്നത്, എങ്ങനെയാണ് ഇത് സമഷ്ടിയിലേക്ക് കാണുന്നത്? ഇതൊരു ഗംഭീരമായ ഈ വിഭൂതി എന്ന് പറയുന്ന ഈ അധ്യായം അതിഗംഭീരമായിട്ടുള്ള ഒന്നാണ്. നമുക്കത് വിസ്തരിച്ച് തന്നെ കാണണം. അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക, യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ പഠിച്ചതിൻ്റെ ഒരു പ്രയോഗിക്കുന്ന ഒന്നാണ്. നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സ്ഥിരം പാറ്റേണിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ് നമ്മളെ തന്നെ നമുക്ക് നന്നായി മനസ്സിലാവുക, പിടികിട്ടുക. പല സാഹചര്യങ്ങളിലേക്ക് പല ആളുകൾ ഒക്കെ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് യാത്ര ഒരുവനെ ഒരുപാട് മാറ്റുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സന്യാസിമാരും ഇവരൊക്കെ യതികൾ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവരാണ്. അവരെപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. യാത്രയാണ് നമ്മളെ കരുത്തുറ്റവരാക്കുക.
അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. കൈലാസയാത്ര വരുന്നു, ആദി കൈലാസയാത്ര വരുന്നു. ഇതിലൊരു യൂട്യൂബിൽ ഇതിൽ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ജൂലൈ 5-ാം തീയതി കൈലാസയാത്ര. അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ ആദി കൈലാസം വഴി ഒരു കൈലാസം, അതിഗംഭീരമായിട്ടുള്ള യാത്രയാണ്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി.